വന്യമൃഗങ്ങളുടെ പടയോട്ടത്തിൽ ഞെരിഞ്ഞമരുകയാണ് മലയോരം. 2 ജീവനുകൾ ഇന്ന് പൊലിയുമ്പോൾ കോഴിക്കോട് പ്രതിഷേധം കനക്കുന്നു. DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ സംസാരിക്കുന്നുണ്ട്. അല്ല, ഇതൊന്നുമല്ല. അതായത് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ കളക്ടർ വന്നിട്ട് ആ കാട്ടുപോത്തിനെ കൊല്ലാനുള്ള വെടിവെക്കാനുള്ള ഉത്തരവിടണം. എന്നിട്ട് ഞാൻ ബോർഡിലൂടെ ശ്രമിക്കുന്നല്ലോ, അല്ലെ പിടിച്ചു മാറട്ടെ. അത് മാത്രമല്ല, ഇതൊരു കർഷകനാണ്. കർഷക അവന്റെ ഭൂമിയിൽ വെച്ചാണ് പറയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന കർഷകന് സുരക്ഷ ഉറപ്പാക്കണം. ഈ മരണപ്പെട്ട കർഷകന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം. അതുപോലെ തന്നെ ആ കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള ഉത്തരവ് കളക്ടർ തുടരണം. അല്ല ഇവിടെ പ്രൊസീഡ് ഞങ്ങൾ എന്നിട്ട് ഓടി മാറ്റിയാൽ മതി. 2 ദിവസമായി കാട്ടുപോത്ത് ഇറങ്ങി നടക്കാം. 2 ദിവസമായി കാട്ടുപോത്ത് ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. നാളെ ഇന്ന് വേറൊരാളെ കൊടുത്തോട്ടെ. നാടെങ്ങും മുറ്റവരുടെയും ഉടയവരുടെയും ഒക്കെ തന്നെ വിലാപങ്ങളാണ് കേൾക്കാൻ കഴിയുന്നത്. 2 ജീവനാണ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 1 അല്ല 2, അതും ചെറിയ വ്യത്യാസത്തിൽ. ഓർക്കണം, മലയോര ജനത അനുഭവിക്കുന്ന ഭീതി. പുറത്തേക്കൊന്നിറങ്ങാൻ പോലും കഴിയാത്ത വിധം ജീവിതം കലുഷിതമാണ്, കാലുഷ്യത്തിലാണ്. മനസ്സംഘർഷത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും ഉയരും. അത് രാഷ്ട്രീയ പാർട്ടിയുടെ രൂപത്തിൽ ഉയർന്നേക്കാം, ജനതയുടെ രൂപത്തിൽ ഉയർന്നേക്കാം, നാട്ടുകാരുടെ പ്രാദേശിക സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ തന്നെ ഉയർന്നേക്കാം. അതാണിപ്പോൾ കോഴിക്കോട് കാണാൻ കഴിയുന്നത്. പോലീസുമായി കോൺഗ്രസ് നേതാക്കൾ തർക്കിക്കുന്നതിന്റെ കാഴ്ച. അതിജീവനം നഷ്ടപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി വിലാപം ഇപ്പോൾ പലയിടങ്ങളിലായി കേൾക്കുന്ന ഈ ദിവസം ഇന്ന് 2 ഇടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നു. പോലീസുമായി ഉന്തുന്തള്ളുണ്ടാകുന്നു. ആംബുലൻസ് ഉണ്ട്, അതിൽ മൃതദേഹം ഉണ്ടോ, മൃതദേഹവുമായുള്ള പ്രതിഷേധമാണോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കോതമംഗലത്തെ കണ്ടതുപോലെയാണോ ഇനി ഉള്ള പ്രതിഷേധം ആണെന്നാണ് മനസ്സിലാക്കുന്നത്. മൃതദേഹവുമായിട്ടാണ് നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ, എല്ലാ സംഘടനകളും പ്രതിപക്ഷ സംഘടനകളൊക്കെ തന്നെ റോഡിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്നത്. ഈ വിലാപങ്ങൾക്കൊക്കെ ഒരു അറുതി ഉണ്ടാകണം. സർക്കാർ അടിയന്തരമായി ഇന്നലെയായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഇര 2 പേരാണ്. മലയോര മേഖലയിൽ നിന്നുള്ള 2 പേർ. അതിൽ ഒരാൾ കർഷകനാണ്. കർഷകന്റെ കൃഷിഭൂമിയിൽ അവന് ജീവൻ നഷ്ടമാകേണ്ടി വരുന്നു. മറ്റൊന്ന് ഉപജീവന മാർഗത്തിന് വേണ്ടി വനത്തിനുള്ളിലേക്ക് കയറിപ്പോയ ഒരു വയോധിക 60 വയസ്സുകാരിയാണ്. കാട്ടുമൂപ്പന്റെ ഭാര്യയാണ്. അവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അങ്ങനെ അതിരിപ്പള്ളിയിലും കക്കയത്തുമായി 2 ജീവനുകൾ പൊലിയുമ്പോൾ ജനങ്ങൾ പ്രതിഷേധിക്കുന്നു. അതിന്റെ ശബ്ദമൊന്ന് കേൾക്കാം, വ്യക്തതയുണ്ടോ നോക്കാം. ഈ പരിക്ക് ബോഡി ഞാനാ കൂടി വന്നത്. ഒരു സ്ട്രെച്ചർ പോലും അവരുടെ വണ്ടിയില് 1.5 കിലോമീറ്റർ കളക്ടർ വരട്ടെ. കളക്ടർ വന്ന് സംസാരിച്ച ശേഷം മാത്രമേ ബോഡി വിട്ടു നൽകൂ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും മറ്റു നാട്ടുകാരുമൊക്കെ പറയുന്നത്. കളക്ടർ എത്തിയ ശേഷം നഷ്ടപരിഹാരം അടക്കം ആവശ്യപ്പെടുന്നുണ്ട്. 50 ലക്ഷം നഷ്ടപരിഹാരം കുടുംബത്തിന് നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാമൂലം കളക്ടർ കൊടുത്തവർക്ക്. അതുകൊണ്ട് കലക്ടർ വന്ന് ആ കാട്ടുപോത്തിന് വധിക്കാൻ ഉത്തരവിടണം. ഇത് ഞങ്ങൾ സമ്മതിക്കുള്ളൂ. അല്ല, ഞങ്ങൾ പിടിച്ചു വരട്ടെ. ഞങ്ങളോട് കിടക്കും. ഞങ്ങൾ ഒരു സംശയം കിടക്കാൻ പോവാ. മനുഷ്യജീവൻ പന്താണ് ഒരു സർക്കാർ. ആർക്കും ഉത്തരവാദിത്വമില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് എഴുതി കൊടുത്തു രേഖാമൂലം. 2 ദിവസമായി എവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു നടപടി ഉണ്ടായില്ല. ഇത് കൊന്നതിന് ശേഷം ഇപ്പൊ അവർക്ക് ബോഡി മാറ്റി ഒരു നടക്കാൻ നിൽക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് കളക്ടറോട് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് കളക്ടറോട് ആവശ്യപ്പെട്ടു. ഇന്നലെ ഈ 2 ദിവസമായി ഒരു കാട്ടുപോത്തിനെ നാട്ടുകാരെ പറയാനുണ്ട്. എന്നിട്ടൊരു നടപടി ഉണ്ടായില്ല. അതുകൊണ്ട് കാട്ടുപോത്തിനെ കൊല്ലാൻ കളക്ടർ വന്ന് ഉത്തരവിടുന്നവരെയാണ് ബോർഡിനെ സമ്മതിക്കില്ല. ഇവിടെ കിടക്കും, അല്ലെ പോലീസ് വരട്ടെ. സംശയം ഇത് കുറച്ച് ഞങ്ങൾ നിരന്തരമായി കോൺഗ്രസും കർഷക കോൺഗ്രസും വിഷയം ഉന്നയിക്കുകയാണ്. മലയോര മേഖലയിൽ കർഷകർ ജീവിക്കാൻ പറ്റുന്നില്ല.
ഫോറസ്റ്റർ റേഞ്ചർ മാത്രമേ റേഞ്ചർക്ക് ആപ്പാടെ ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെ കാട്ടിലേക്ക് തുറന്നു പടക്കം പൊട്ടിച്ച് ഓടിക്കാതെ മാത്രമേ ഉള്ളൂ. ഫോറസ്റ്റ് 12 കിലോമീറ്റർ ദൂരത്തിൽ ഗുജറാത്തിൽ ടൗണിലാണ് ഈ കാട്ടുപോത്ത്. ഒരു ദിവസത്തോളം 18 മണിക്കൂർ കൊണ്ടാണ് ഇതിനെ സമയം ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. 2 മാസം മുമ്പ് അമ്മയ്ക്ക് കുഞ്ഞിനത് അതെ, എറണാകുളത്ത് നിന്ന് സഞ്ചാരികളാണ്. ജനരോഷം ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം കോതമംഗലത്തെങ്കിൽ തനിയാവർത്തനങ്ങൾ ദിനംപ്രതി ഉണ്ടാകുന്നു. ഇന്ന് 2 മരണങ്ങൾ കാട്ടുഭീതിയിൽ കാട്ടുമൃഗ തേരോട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു. പടയോട്ടം അങ്ങനെ മൃഗങ്ങൾ കടുപ്പിക്കുമ്പോൾ ഞെരിഞ്ഞമർന്നു പോകുന്നത് മലയോര ജീവിതമെന്നാണ് മനസ്സിലാക്കേണ്ടത്. 2 ജീവനുകൾ ഈ ദിവസം പൊലിയുന്നു എന്ന് പറയുമ്പോൾ വലിയ വാർത്തയായി, വലിയ ഞെട്ടലായത് മാറുകയാണ്. അടിയന്തരമായി തന്നെ സർക്കാർ സർവകക്ഷി യോഗം പോലും വിളിച്ച് കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് നീട്ടാതെ ഉടനടി പരിഹാരമെടുക്കേണ്ടതുണ്ട്. നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ കാട്ടുപോത്തിനെ കുറിച്ച് ഈ മേഖലയിലെ ആളുകൾ നേരത്തെ തന്നെ വനം വകുപ്പിന് റിപ്പോർട്ട് നൽകിയതാണ്. വനം വകുപ്പ് അവിടെ എത്തി പരിശോധന നടത്തിയതുമാണ്. പക്ഷേ തുടർന്നുള്ള നടപടികൾ ഉണ്ടായില്ല. കളക്ടർ വന്ന് അടിയന്തരമായി ഓർഡർ ഇറക്കുക, ഉത്തരവിറക്കുക, ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം.